ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കാരണം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഒരു 6:45 ഒരു വീഡിയോ ഇടാറുണ്ട്. എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ഇന്നത്തെ സബ്ജക്റ്റ് വേറൊന്നുമല്ല, റീയൂണിയൻ. ഓക്കെ, അതായത് നിങ്ങൾ പല ആൾക്കാരും ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതായത് ചില ആൾക്കാർ ഡൈവേഴ്സിൻ്റെ വക്കിലായിരിക്കാം, ചില ആൾക്കാർ ബ്രേക്കപ്പ് ആയിരിക്കാം, ചില ആൾക്കാർ സെപ്പറേഷൻ്റെ ടൈമിലായിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ചില റിലേഷൻഷിപ്പിൽ ചില ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്നൊരു എന്താ പറയുക, ഒരു ഇതിലൂടെ കടന്നു പോകാറുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണി. ഓക്കെ, ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആ ഒരു സെപ്പറേഷൻ ടൈം, കാരണം അവിടെ എപ്പോഴും നടക്കുന്ന അറിയാമല്ലോ, പരസ്പരം ലേൺ ചെയ്യിക്കുക എന്ന് വെച്ചാൽ ഓരോരുത്തരും ഒരാൾ മറ്റേ ആളിനെ അവേക്കൺ ചെയ്ത് രണ്ടുപേരും പരസ്പരം പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവേക്കണിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് സെപ്പറേഷൻ്റെ ടൈം വരാറുണ്ട്. അപ്പം ഇപ്പോൾ സെപ്പറേഷനാണെങ്കിൽ അവരുടെ കറണ്ട് ഫീലിങ്സും അറിയണം, അതുപോലെ തന്നെ എപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ റീയൂണിയൻ പോസിബിൾ ആണെന്നും അറിയണം. അതിനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ തന്നെ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, ഇനി എപ്പോഴത്തേനും നിങ്ങളുടെ പുതിയ റിലേഷൻഷിപ്പ്, കാരണം ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞു, ഡെഫിനറ്റ്ലി പുതിയൊരാളിനെ വെയിറ്റ് ചെയ്യായിരിക്കും, ന്യൂ ലവ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴത്തേനും നമുക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വരും എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് അറിയേണ്ടത് സെപ്പറേഷനിലായിരിക്കുന്നവർക്ക് വേണ്ടുന്ന ഗൈഡൻസ്, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സും കാര്യങ്ങളും കൂടെ അറിയണം സെപ്പറേറ്റ് നിൽക്കുന്നവർക്കുണ്ട്. ഓക്കെ സ്പിരിറ്റ്, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓൾ റൈറ്റ്. ഓക്കെ, ടെമ്പറൻസ്, Queen of Swords, Seven of Cups, Eight of Cups, Eight of Pentacles, Ace of Wands, and bottom of the deck is Nine of Pentacles. All right. അപ്പോൾ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി സിറ്റുവേഷൻ ഈസ് ലൈക്ക് വാക്ക് അവേ, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഒന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ചില ആൾക്കാരുടെ കേസിൽ ചിലപ്പോൾ ഇത് എന്താണ്, ആണുങ്ങളുടെ എനർജി ആവാം, പെണ്ണുങ്ങളുടെ എനർജി ആവാം, ലേഡീസ് ഓർ ജെൻസ്. ഓക്കെ, ആരുടെ വേണമെങ്കിലും ആവാം കേട്ടോ. ഇതിനകത്ത് 7 of Cups ഉണ്ട്. അപ്പോൾ ഇമോഷണലി ഒരുപാട് ഡൗൺ ആണ്. ഓക്കെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കാണുന്നത്, കാരണം എനിക്കിവിടെ ക്യൂൻ ഓഫ് സോർട്സിന് എനർജി കിട്ടുന്നുണ്ട്, അതുപോലെ 9 of Pentacles എനർജി കിട്ടുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർട്ടും കിങ് ഓഫ് സോർട്സും, അതായത് രണ്ടും ഈ പറഞ്ഞ പോലെ വളരെയധികം എന്താ പറയുക, വിഷണറി ആയിട്ടുള്ള ആൾക്കാരാണ്, പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അവർക്കറിയാം അവരുടെ ലൈഫിൽ എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ എങ്ങനെയാണ് ഒരു കാര്യം സോർട്ട് ഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും. പിന്നെ ചില സമയത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മുടെ വാക്ക് കുറച്ച് മൂർച്ചയേറിപ്പോവും. ഓക്കെ, കുറച്ച് മൂർച്ചയുള്ള വാക്കുകളായിരിക്കും, മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യും നമ്മൾ ആലോചിക്കില്ല, പെട്ടെന്ന് കയറി പറഞ്ഞ് നമ്മളവരെ വേദനിപ്പിക്കാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആർക്കാണ്, നിങ്ങൾ കാണുന്ന നിങ്ങളെക്കുറിച്ചാവാം, ചിലപ്പം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള എനർജി ആയിരിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് എടുക്കണേ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ടെമ്പറൻസിൻ്റെ കാർഡ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ബാലൻസ് ആൻഡ് ഹാർമണി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരിച്ച്, ചില ആൾക്കാരുടെ അറിയാൻ ആഗ്രഹിക്കുന്നത് തിരിച്ച് വരുമോ, ബാലൻസ് ആൻഡ് ഹാർമണി നടക്കുമോ, എന്താ പറയുക, അതുപോലെ തന്നെ എന്താ നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ ഉണ്ട്, കാരണം ബാലൻസ് ആൻഡ് ഹാർമണിയുടെ കാർഡാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ടെമ്പറൻസിൻ്റെ കാർഡ് വരുമ്പോൾ നമ്മളത് നമ്മുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് ഒരു മിറക്കിൾ പോലെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ്. ചില ആൾക്കാർ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ആ പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ച് വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഡെഫിനറ്റ്ലി തിരിച്ച് വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ ലൈഫിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മൂവ് അവേ ചെയ്ത് പോയിട്ടുണ്ട്, അവർക്ക് ഇനി അവരെ തിരിച്ച് വരാനും ആഗ്രഹിക്കുന്നില്ല. ചില സിറ്റുവേഷൻ പറയാറില്ലേ, ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്, പോയി കഴിഞ്ഞാൽ. കാരണം 8 of Cups കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 9 of Cups ആണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് അടുത്ത ആൾ വരികയും, അവരെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ രീതിയിലും നമ്മൾ പറയല്ലോ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരാളെ തരാനാണല്ലോ ദൈവം ഇത്രയും പരീക്ഷിച്ചെന്ന് നമ്മൾ തന്നെ പറയും. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ചില ആൾക്കാരിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ചില ആൾക്കാരുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ വോക്കവേ ചെയ്ത് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരുടെ കേസിൽ
ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിനും അതുപോലെ തന്നെ വന്ന് സെപ്പറേഷൻ ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്പിരിച്വൽ റീഡിങ്സ് ഇതുപോലെ ടാരോ റീഡിങ്സ് കേൾക്കുക, എന്താ പറയുക സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. ഇവിടെ ഇപ്പം എനിക്ക് എസ്പെഷ്യലി പുള്ളിക്കാരത്തിയുടെ ക്യാൻഡിൽ എനർജി അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ എനർജീസ് എല്ലാം ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നു. ചില ആൾക്കാർ ഇതിനെല്ലാം അത് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഡൗൺലോഡ്സ് നമ്മൾ പോലും അറിയാതെ പല മെസ്സേജുകൾ നമുക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അതൊന്നും പറയില്ലേ. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ കുറേ അവേക്കനിങ്സ് നടക്കും. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലെ സിറ്റുവേഷൻസ്. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നതും അവരുടെ വരുന്നതിൻ്റെ പർപ്പസ് ഇതാണ്, നമ്മളൊന്ന് അവൈക്കൺ ചെയ്ത് വിടുക എന്നുള്ളതാണ് ചില ആൾക്കാർ വരുന്നതിൻ്റെ പർപ്പസ്. അപ്പോൾ ആ ഒരു പർപ്പസ് ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ കൂടിയുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ലൈക്ക് എന്താ പറയുക പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ച് വന്നിരുന്നെങ്കിൽ എനിക്കിവിടെ യെസ് തന്നെയാണ് കിട്ടുന്ന ആൻസർ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ ആൻസേഴ്സും കൂടെ എടുത്ത് നോക്കാം. ഏഞ്ചൽ ആൻസേഴ്സിന് എന്താ വരുന്നതെന്ന് നോക്കാം. കാര്യം നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ എപ്പോഴത്തേക്കും തിരിച്ച് വരും അല്ലെങ്കിൽ തിരിച്ച് വരുമോ നമ്മൾ എക്സ്പെക്ട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് എന്നായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുക. ഏഞ്ചൽസ് ക്ലിയർലി ഓക്കെ, എപ്പോഴത്തേനും ഈ തിരിച്ചു വരവുണ്ടാവും, റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളതൊന്ന് പറയുമോ സ്പിരിറ്റ്? ചില ആൾക്കാരുടെ ലൈഫ് സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പോയിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പ് നടന്നിട്ട് 8 മാസം ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 8 മാസത്തോളമായി നോ കോൺടാക്ട് സിറ്റുവേഷനാണ്, വരുമില്ല എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി പുള്ളി തിരിച്ച് വരും എന്നുണ്ടെങ്കിൽ 8 മന്ത്സ് ഓക്കെ, എനിക്കിവിടെ 8 മന്ത്സ് വളരെ സിഗ്നിഫിക്കൻറ്റ് നമ്പറായിട്ട് തോന്നുന്നുണ്ട്. 8 മാസമായിട്ട് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് തിരിച്ച് വരുന്ന എനർജി കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില ആൾക്കാരുടെ കേസിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരാൻ പാടില്ല. ഇതിനകത്ത് തേർഡ് പേഴ്സൺ സിറ്റുവേഷൻസ് ഒന്നും കാണുന്നില്ല, കാരണം ഇതിനകത്ത് മൂന്നാമതൊരാളുടെ എനർജി എനിക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്കിടയിൽ നടന്ന ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ചെറിയ നമ്മൾ പറയില്ലേ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങി, അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് വലുതായി നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. റിക്കവറായി വരും എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇയർ ഫ്രം നൗ, ചില ആൾക്കാർക്ക് ഇത് ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഇയർ ഫ്രം നൗ ആണ്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഞാൻ പറയില്ല, ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടാവും വരോ ഇല്ലേ എന്നുള്ളത്. അതിനെ കേൾക്കുക. ഹെൽപ്ഫുൾ പീപ്പിൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏഞ്ചൽസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പറയില്ലേ ചില സമയത്ത് മറ്റേ ആളുടെ ഭാഗത്തായിരിക്കില്ല മിസ്റ്റേക്ക്, നമ്മുടെ ഭാഗത്തായിരിക്കും. അത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുക, ആ കണ്ടിന്യൂ ചെയ്ത് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയും കൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ ഫൊർഗീവ് ചെയ്ത്, ചില ആൾക്കാർക്ക് ഇത് പുതിയ മൂവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു അഡ്വൈസാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ കാര്യമില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതിനെ എല്ലാം ഹീൽ ചെയ്യണം. ഹീൽ ചെയ്യാണ്ട് മൂവ് ഓൺ ചെയ്യല്ലേ. കാരണം എന്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടാണോ ആ സെപ്പറേഷൻ വന്നത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് വന്നത് അത് റിപ്പീറ്റ് ചെയ്യും. കാരണം അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ റിലേഷൻഷിപ്പിലും നമുക്ക് ഓരോ ലേണിങ്സ് ഉണ്ട്. ആ ലേണിങ്സ് കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ കൊണ്ട് ആ ചാപ്റ്റർ എൻഡ് ചെയ്യും. അതല്ല നമ്മളതിനെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ നമ്മുടെ ലൈഫിൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം എന്താണോ നടന്നത് നിങ്ങൾക്കിടയിൽ എന്താ പരസ്പരം വാക്തർക്കമാണോ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല, വേറെ എന്തെങ്കിലും ഇഷ്യൂസാണ് ഉണ്ടായതെങ്കിൽ ഓക്കെ, ചില ഇഷ്യൂസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫൊർഗീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നാൽ പോലും നിങ്ങൾ കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരിക്കലും ഒരാൾ നമ്മളുടെ അടുത്ത് മാത്രമായിട്ട് എന്താ പറയുക നെഗറ്റീവ് ആവാറില്ല. നമ്മുടെ ഭാഗത്തും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം രണ്ടുപേരുടെ ഭാഗത്തും എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടാവും ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളോട് ക്ഷമിക്കുക. കാരണം നമുക്ക് തന്നെ അറിയാം ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ തന്നെയാണെന്ന്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മളടുത്ത് ക്ഷമിക്കാനായിരിക്കും. നമ്മളടുത്ത് ക്ഷമിക്കുക, അതർ പേഴ്സൻ്റെ അടുത്ത് ക്ഷമിക്കുക.
ആ സിറ്റുവേഷൻ്റെ അടുത്ത് ക്ഷമിക്കുക, എന്നിട്ട് ഹീൽ ചെയ്യുക. ലൈക്ക് യെസ്, ഇത് എൻ്റെ ലൈഫിൽ നടന്നു, സംഭവിച്ചു, ഞാൻ എല്ലാവരോടും ക്ഷമിച്ച് എനിക്കിനി മുന്നോട്ട് പോകണം, ഹീൽ ചെയ്യണം, എൻ്റെ ലൈഫിൽ ഇനി ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും വരില്ല. ഞാൻ ഡിവൈനിൽ എൻ്റെ എന്താ പറയുക, ഞാൻ ഡിവൈനോട് കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ വരില്ല. ഞാനിനി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ചില ആൾക്കാർക്ക് അത് റിലേഷൻഷിപ്പ് പുതിയ ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഏജ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ടായിരുന്നില്ല, ഏജ് ഓഫ് വോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞില്ലേ, 8 ഓഫ് കപ്സ് നേരെ ചെന്ന് എൻഡ് ചെയ്യുന്ന 9 ഓഫ് കപ്സിലാണ്. അപ്പം ചില ആൾക്കാർക്ക് ആഗ്രഹിച്ച പോലെ ഒരാൾ തിരിച്ച് ലൈഫിൽ വരുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈ വോക്കവേ ചെയ്തതിന് ശേഷം പോലും ആൾ തിരിച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് വരും. വിഷ് ഫുൾഫിൽമെൻ്റെ കാർഡും കൂടെയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച പോലെ പുള്ളി തിരിച്ച് വരുന്നതായിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി തിരിച്ച് വരുന്നതായിട്ടോ കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നതിന് ശേഷം ഒരുപാട് സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് 7 കപ്സ് ഉള്ളതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവർക്ക് വിഷമമുണ്ടോ, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഇതിനകത്ത് ചില ആൾക്കാർ തിരിച്ചു വരാൻ 100% ആഗ്രഹിക്കുന്നുണ്ട്. അവരുടേതായ ഒരു വിഷമത്തിലും അവരുടേതായ ഒരു എന്താ പറയുക സങ്കടമുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ അവർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ ചില ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം സെൽഫ് ലവിൻ്റെ കാര്യമാണ്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ ലേഡി വളരെ ഹാപ്പിയാണ്. പുള്ളിക്കാരത്തിയുടെ എനർജിയിൽ വളരെ ഹാപ്പിയാണ്. പുള്ളിക്കാരത്തി എന്താ പറയുക, വേറുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നടക്കുന്ന ഒരു വേറെ ആൾക്കാർ എന്ത് പറയുന്നു ഇതൊന്നുമല്ല. പുള്ളിക്കാരത്തിയുടെ എനർജിയിൽ ഹാപ്പി, പുള്ളിക്കാരത്തിയുടെ രീതിയിൽ പുള്ളിക്കാരത്തി ഹാപ്പി. അപ്പം സെൽഫ് ലവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം, നമ്മൾ ചേസ് ചെയ്യാറുണ്ട് ചില റിലേഷൻഷിപ്പ്. വേണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കോൾ ചെയ്യാൻ നോക്കും, ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാൻ നോക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും വെച്ചാൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് എനിക്ക് വേറൊരു ഗൈഡൻസ് എല്ലാവർക്കും ഉള്ളതല്ല, അട്രാക്റ്റിംഗ് എന്ന് പറയുന്നൊരു ഗൈഡൻസ് കൂടി തരാനുണ്ട്. അതായത് ചില റിലേഷൻഷിപ്പിൽ നമ്മുടെ എന്താണ് സെൽഫ് ലെവലിലേക്ക് കൊണ്ടുവരികയും നമ്മുടേതായ രീതിയിൽ നമ്മുടെ ചേഞ്ചസ് നമ്മൾ വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്തോട്ട് വരും. നമ്മളായിട്ട് ചേസ് ചെയ്ത് പോകണ്ട. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസ് കൂടിയുണ്ട് എനിക്കിവിടെ നിങ്ങൾക്ക് തരാൻ. ഇനി ഫർദർ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ റീയൂണിയൻ്റെ പോസിബിലിറ്റി, ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി റീയൂണിയൻ പോസിബിൾ ആണ്, സംശയിക്കുക വേണ്ട. ചില ആൾക്കാർക്ക് ഇത് വോക്കവേ സിറ്റുവേഷനാണ്, ചില ആൾക്കാർക്ക് പുതിയ റിലേഷൻഷിപ്പ് ഓൺ ദ ഹൊറൈസൺ ആണ്, ചില ആൾക്കാരുടെ സെപ്പറേഷൻ എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ചിലരുടെ എനിക്കിവിടെ എൻഡിങ്സ് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുന്നത് എനിക്കിവിടെ ഓഗസ്റ്റ് മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത്, ജൂലൈ ഓഗസ്റ്റ് മന്തിലൊക്കെ എനിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 7, 8, 9 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീയൂണിയന് മുന്നേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്പർ ആയിരിക്കും 7, 8, 9. കാരണം 7 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സും 8 ഓഫ് പെൻറ്റക്കിൾസും ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസും. സോ 7, 8, 9 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു കൺഫർമേഷനാണ്, നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. നമുക്ക് ഫർദർ എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ നോക്കാം. ഡൗൺലോഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓഫ് കോഴ്സ് ട്രൂത്ത് ഈസ് ബീങ് റിവീൽ, ഡീപ്പ് ഇൻസൈറ്റ്സ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ആൻഡ് ആസ്ട്രോണം. ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ കുറിച്ച്, അതായത് പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചുള്ള ചില എനർജീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ധർമ്മ അൺഫോൾഡിങ്, റിമെമ്പർ ദാറ്റ് യു ആർ ഓൺ എ പാത്ത്, ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം ടു ഹാപ്പിനെസ്. ചിലർക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആണ്. അപ്പം സ്പിരിച്വലായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്തും ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഗ്രീൻ താര, സുപ്രീം പ്രൊട്ടക്ഷൻ, യു ആർ പ്രൊട്ടക്റ്റഡ്, കോഡ്സ് ആർ ബീങ് കട്ട്, മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻ, ട്രസ്റ്റ്. ഓക്കെ, ട്രസ്റ്റ് ദ പ്രോസസ്സ്. എന്തൊക്കെയാണോ നടക്കുന്നത് അതെല്ലാം ട്രസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും, എനിക്കറിയില്ല എത്ര പേരത് ഗ്രീൻ താര മന്ത്ര കേൾക്കുന്നുണ്ടെന്ന്. സത്യം. ഓക്കെ, ഗ്രീൻ താര മന്ത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കേൾക്കുക. ഓക്കെ, ഗ്രീൻ താര മന്ത്ര കേൾക്കുന്നത് ഓം താരേ തൂത്താരേ തൂരേ സ്വാഹ, അത് കേൾക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മന്ത്രം കൂടിയാണ്. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പോസിബിൾ എനർജി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഓം താരേ തുത്താരേ. ചില ആൾക്കാർക്ക് അത് വളരെ അത്യാവശ്യമാണ്, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ പലപ്പോഴും ഈ പാസ് ചെയ്ത് പോയതിനകത്ത് ഓം താരേ തുത്താരേ ഉണ്ട്, ഗ്രീൻ താര മന്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രീൻ താര മന്ത്രം കേൾക്കണേ, നിങ്ങൾക്കത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. Paul the Venetian, experiencing grace, share your gift with grace, waves of inspiration and love are coming to you. തിരിച്ച് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എനർജി ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ
റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. ചില ആൾക്കാർ ഇവിടെ ഡെഫിനറ്റ്ലി ഹീലേഴ്സാണ്. ഓക്കെ, കാരണം എനിക്കിവിടെ ഹീലിംഗ് എനർജിയിലോട്ട് കണക്ട് ചെയ്യുന്ന ഹീലേഴ്സ്, റേക്കി ഹീലേഴ്സ് ഉണ്ടാവും, റാഡിക്കൽ ഹീലിങ്ങിലുള്ള ആൾക്കാരുണ്ടാവും, ടാരോ റീഡേഴ്സ്, അസ്ട്രോളജിസ്റ്റ്, ന്യൂമറോളജിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാരും ഇപ്പോൾ ഈ റീഡിങ് കാണുന്നുണ്ട്. കാരണം അതൊക്കെ നിങ്ങൾക്ക് അവേക്കൺ ആയത് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കും. ഓക്കെ, ഹാർട്ട് അവേക്കൺ ടു അക്സെപ്റ്റ് ആൻഡ് ഡിവൈൻ ലവ്, ഗീവ് ആൻഡ് റിസീവ് ഇൻ ബാലൻസ്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിലെ ഈ ഇഷ്യൂവിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഗീവ് നമ്മൾ ഒന്നീ കൊടുത്തോണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ എടുത്തോണ്ടേ ഇരിക്കും ഒരാളുടെ എന്താ പറയുക എനർജി. അപ്പം ഇവിടെ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പിൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി എപ്പോഴും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ ബാലൻസ് ആൻഡ് ഹാർമണി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, ലൈക്ക് ഞാൻ ചുമ്മാ അങ്ങോട്ട് എൻ്റെ എനർജി കൊടുക്കുന്നു, ഞാൻ എൻ്റെ രീതിയിൽ കൊടുക്കുന്നു എന്നുള്ള ഡിവൈൻ ഹീലിംഗ്. ഓണർ യുവർ സെൻസിറ്റിവിറ്റി, റിട്രീറ്റ് ടു റീചാർജ് ആൻഡ് ഹീൽ, യു ആർ ലൈക്ക് ആൻഡ് സപ്പോർട്ട് അതേഴ്സ്. എനിക്കറിയില്ല ഇത് ഓൾറെഡി ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഹാർട്ട് ചക്ര അവേക്കനിങ് ചിലർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ഹാർട്ട് ചക്ര എനിക്ക് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. ഇതിലെല്ലാത്തിലും ഹാർട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെയും ഹാർട്ട് ചക്ര ഉണ്ട്, ദാണ്ട് ഈ ഇതിനകത്തും ഹാർട്ട് ചക്ര അവേക്കനിങ്സ് ഉണ്ട്. ഇവിടെ എസ്പെഷ്യലി ഹിലേറിയൻ്റെ കാർഡ് വെച്ചിട്ട് ഉറപ്പായിട്ടും ഹാർട്ട് ചക്രയുടെ കേസ് വരുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്ര അവേക്കനിങ്ങിന് വേണ്ടിയിട്ടുമായിരിക്കാം മേ ബി ഈ സെപ്പറേഷൻ. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ ഈ ഒരു സെപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ കരഞ്ഞ പോലെ വേറെ ഒരു സമയത്തും കരഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു കരച്ചിലൂടെ തന്നെ നമ്മുടെ അവേക്കനിങ്, നമ്മുടെ ഹാർട്ട് ചക്ര അവേക്കൺ ആവാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അറ്റൈൻ ചെയ്യും, നമ്മളെ ആ ഒരു സ്പിരിച്വൽ പാത്തിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ ചില ആൾക്കാർക്ക് ആ ഒരു പർപ്പസ് കഴിയുമ്പോൾ അവർ ലീവ് ചെയ്യും, ഉറപ്പായിട്ടും ലീവ് ചെയ്യും. ഓക്കെ, ചിലർ തിരിച്ചു വരും ഉറപ്പായിട്ടും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബൈ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് തിരിച്ചു വരുന്നതായിട്ട്. ഓഗസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ റീഡിങ് കണ്ടതിന് ശേഷം 7, 8, 9 കണ്ടിന്യൂസ്ലി ഇടയ്ക്കും മുറയ്ക്കുകയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 7, 8, 9 മിക്കവാറും കാണുന്ന നമ്പറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. റീയൂണിയൻ ഈസ് പോസിബിൾ. ചിലർക്ക് ഇല്ല കേട്ടോ, 100% ഇല്ല. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വോക്കവേ അത് പൊക്കോട്ടെ ചില റിലേഷൻഷിപ്പ്. കാരണം അതിനകത്ത് എനിക്ക് ഇവിടെ ഡെവിൽ കാർഡിൻ്റെ പ്രസൻസ് ഇല്ല, പക്ഷേ കൺട്രോളിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, നിങ്ങളിങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നിങ്ങളിങ്ങനെ ഈ രീതിയിൽ വേണം പോകാൻ, എല്ലാത്തിനും കൺട്രോൾ വെക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ച് വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, അവർ വോക്കവേ ചെയ്ത് പോകുന്നു. ഗുഡ്, ലെറ്റ് ദം വോക്ക് അവേ. കാരണം എന്ന് വെച്ചാൽ അതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത്, കാരണം 8 കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി 9 of Cups ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ഇമോഷണലി ഹാപ്പി ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ റീയൂണിയനെ കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫീലിങ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ.